പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടെ തന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവായിരുന്നു എന്നതാണ് ഇപ്പോൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ തന്നെ അമേരിക്കൻ നേതൃത്വത്തോട് രഹസ്യമായി സമ്മതിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിൽ നടന്ന ആക്രമണം ആഗോള ഇന്ധന വിപണിയെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സംഭവത്തിന് പുതിയ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാനങ്ങൾ നൽകുകയാണ്. അമേരിക്കൻ മാധ്യമമായ CBS റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചുകൊണ്ട് തന്നെ US-ഉമായുള്ള സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ ശ്രമിച്ച ഇറാനിലെ ഒരു തീവ്ര നിലപാടുകാരുടെ വിഭാഗമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് ഇറാനിയൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പിഴച്ചു, ഹോർമൂസിൽ ഒരു തെറ്റ് സംഭവിച്ചു, സമാധാന ചർച്ചകൾ തുടരണം എന്നതാണ് സന്ദേശം എന്നതാണ് അമേരിക്കൻ നേതൃത്വത്തിന് കൈമാറിയതായി തന്നെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെയാണ് ഒരു നിർണായക ചോദ്യം ഇപ്പോൾ ഉയരുന്നത്. ആക്രമണം ഇറാന്റെ ഔദ്യോഗിക നയത്തിന്റെ ഭാഗമായിരുന്നോ അതോ ഭരണകൂടത്തിനുള്ളിലെ സ്വതന്ത്ര ശക്തികളുടെ നീക്കമായിരുന്നോ എന്നതാണ്. ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിലുള്ളിലെ തന്നെ ആഭ്യന്തര ഭിന്നതകളേക്കും അതുമാത്രമല്ല ഈ റിപ്പോർട്ട് കൂടുതലായി തന്നെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ അവസാനിപ്പിച്ചതായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നയതന്ത്ര ചർച്ചകൾ തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും താല്പര്യമെന്നതാണ് സൂചനകൾ. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഉൾപ്പെടെ തന്നെ അമേരിക്കൻ സംഘം ഒമാനിൽ ഇറാനുമായി തന്നെ വീണ്ടും ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. ഈ ചർച്ചകൾ വിജയിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പഴയതുപോലെ തന്നെ തുറന്നു നൽകുന്നതിൽ അല്ലെങ്കിൽ അത് പഴയതുപോലെ തന്നെ തുറന്ന നിലയിൽ തുടരുമെന്നും അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കില്ല എന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഈ സമുദ്രപാതയിൽ വീണ്ടും സ്ഥിരത കൈവരിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും നിർണായകമാണ്. എന്നാൽ ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഹോർമൂസിൽ സംഭവിച്ചത് ഒരു പിഴവ് മാത്രമാണോ അതോ സമാധാന ശ്രമങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതുവരെ തന്നെ പശ്ചിമേഷ്യയിലേക്കാണ് ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കപ്പെടുന്നത്. ഇറാൻ ഈ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഈ ചർച്ച നടക്കുന്ന ദിവസം അവർക്ക് അത്ര നല്ല ദിവസമായിരിക്കില്ല. ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റൊരു ഉദ്യോഗസ്ഥൻ നിലവിലെ സാഹചര്യത്തെ കാത്തിരുന്നുകൊണ്ട് കാണേണ്ട നിമിഷം എന്നതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ ശത്രുതാപരമായ നടപടികൾ തുടരുകയാണ് എങ്കിൽ സൈനികവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക തയ്യാറാണ് എന്നതാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു കരാറിലെത്താൻ ട്രംപ് ആകട്ടെ ചർച്ചയ്ക്ക് സമയം നൽകിയിട്ടുണ്ട് എന്നും എന്നാൽ അത് അനിശ്ചിതകാലത്തേക്ക് ഉണ്ടാകില്ല എന്നും അവർ വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ അടിയന്തര ശ്രദ്ധ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതിലാണ് എന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നതാണ് US ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.